അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്ത് നോക്കുന്നത് ഒരു പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ഇടത്തരം പഴം എടുത്ത് അതിവല്ലാതെ പഴുക്കാത്ത ഒരു പഴമാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. നമ്മൾ പഴംപൊരിക്കൊക്കെ സാധാരണ അധികം പഴുപ്പുള്ള പഴം എടുക്കാറില്ലല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഇത്തിരി പഴുപ്പ് കുറഞ്ഞ പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ കുട്ടികൾക്കൊക്കെ പഴം പുഴുങ്ങി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പഴം കൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴങ്ങളൊക്കെ അതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഈ പഴം വളരെ കനം കുറഞ്ഞിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അത് ഒന്ന് ഒരു ബ്രൗൺ നിറം അപ്പുറം ഇപ്പുറം ഒന്ന് ബ്രൗൺ നിറമായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റുള്ളൊരു പലഹാരമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ പഴം ഇത്രയ്ക്കൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. അപ്പോൾ കട്ട് ഇതേപോലെ ഒന്ന് കളർ മാറേണ്ട ഒരു ഇത് വേണ്ടു, കാരണം പഴം വളരെ കനം കുറവായിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി കിട്ടുമ്പോൾ തന്നെ ആ പഴം ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പഴങ്ങളെല്ലാം എങ്ങനെ മറച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പഴംപൊരി, പഴം കൊണ്ടുള്ളൊരു വിഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ ആകെ ഉണ്ട് ഒരു പഴംപൊരി എന്ന് പറഞ്ഞ പോലെയാണ് പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്നത്. ഇപ്പോൾ പഴം കൊണ്ട് തന്നെ ഒരുപാട് പലഹാരങ്ങളുണ്ട്. എന്തെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉന്നക്കായ, അങ്ങനെ ഒരുപാട് പലഹാരങ്ങളുണ്ട് പല ടേസ്റ്റിലായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഈ ഒരു കപ്പളവിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പിന്നെ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഒരു കോഴിമുട്ട, പിന്നെ ആ മൈദ എടുത്ത ഒരു കപ്പളവിൽ തന്നെ ഞാൻ ഒരല്പം പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അധികം കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട. നമ്മൾ ഇനി ഒരു പഴത്തിൻ്റെ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് എടുത്തിട്ടുള്ളത്. നമുക്ക് പഴം അധികം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മാവിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുത്ത് ഒരു 2 3 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കണമെന്നുള്ളൂ. കാരണം വെച്ചാൽ പഴം ഒരു പാനിലുള്ള ഒരു അളവിലല്ലേ നമുക്ക് ഈ മാവ് ഒഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കതിലേക്കായിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുക്കണം. അത് തേങ്ങ ചിരകി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് ഈ മാവ് അതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു ദോശ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ നമ്മളുടെ തീ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ തന്നെ തീ കത്തേ വേണ്ടൂ. അപ്പോൾ നമുക്കിതേപോലെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക്, കാരണം നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അടി പിടിക്കാതെ കരിഞ്ഞു പോകാതെ ഒരു ടേസ്റ്റിൽ കിട്ടണം. അപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് നമുക്ക് എന്താ പറയുക, ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പഴങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഈ പഴങ്ങളെല്ലാം നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പിഞ്ച് നമുക്ക് ഒരു ഏലക്ക പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് അത് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക്. എനിക്ക് ഏലക്കയുടെ മണം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പക്ഷേ ചിലർക്ക് നല്ല ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഏലക്ക ചേർത്താൽ വേറൊരു സ്മെല്ലും കൂടി കിട്ടും. പിന്നെ നമുക്കതിലേക്ക് ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഒരല്പം പഞ്ചസാര, മധുരം അത്രയും അത്യാവശ്യമുള്ളവർക്ക് ഒരല്പം പഞ്ചസാര ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ മാവൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, പഴമൊക്കെ നല്ല ടേസ്റ്റിലായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് മടക്കിയെടുക്കണം. അധികം പൊട്ടിപ്പോവാതെ മടക്കിയെടുക്കണം. ചൂടുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് മടക്കിയെടുത്താൽ നമ്മൾ വിചാരിച്ചൊരു ഇതിൽ കിട്ടും. നമുക്ക് അടുത്തതായി ഒരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റിൽ ഇഷ്ടപ്പെടും ഇത്. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്കും അത് ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.